ആരെയൊക്കെ പിടിച്ചാലും കൊച്ചിയിലെ ലഹരി വല പക്ഷേ പൊട്ടുന്നില്ല. കഴിഞ്ഞ രാത്രി ഒരു യുവതി അടക്കം 3 പേരാണ് വൈറ്റ്ല തൈക്കൂടത്തെ റിസോർട്ടിൽ നിന്ന് പിടിയിലായത്. ഇന്ന് അങ്കമാലി സ്വദേശിയും പിടിയിലായി. 115 ഗ്രാം MDMA ആണ് 2 കേസുകളിലായി പിടിച്ചെടുത്തത്. 3 ദിവസത്തിനുള്ളിൽ 3 സ്ത്രീകളടക്കം 8 പേരാണ് കൊച്ചിയിൽ അകത്തായത്. വിതരണത്തിനെത്തിച്ച 25 ഗ്രാം MDMAയുമായാണ് എറണാകുളം പള്ളുരുത്തി സ്വദേശിനി ലിജിയ, മരട് സ്വദേശികളായ വിഷ്ണു, സജിത് എന്നിവർ പിടിയിലായത്. കഴിഞ്ഞ രാത്രിയാണ് തൈക്കൂടം ബണ്ട് റോഡിലെ റിസോർട്ടിൽ നിന്ന് എക്സൈസ് സ്പെഷ്യൽ സ്ക്വാഡ് 3 പിടികൂടിയത്. രഹസ്യ വിവരത്തെ തുടർന്നായിരുന്നു പരിശോധന. ഇതിന് പിന്നാലെ നടത്തിയ അന്വേഷണത്തിലാണ് അങ്കമാലി സ്വദേശി എഡ്വിൻ കുടുങ്ങിയത്. ഇയാൾ അങ്കമാലിയിൽ ബിസിനസ് സ്ഥാപനം നടത്തുകയാണെന്ന് പറയപ്പെടുന്നു. 90 ഗ്രാം MDMA ഇയാളിൽ നിന്ന് കണ്ടെടുത്തു. എക്സൈസ് സംഘം 4 പേരെയും വിശദമായി ചോദ്യം ചെയ്തു വരുന്നു. ഇന്നലെ പിടിയിലായവരും എഡ്വിനും പരസ്പരം ബന്ധമുള്ളവരാണോ എന്നത് അന്വേഷിക്കുമെന്ന് എക്സൈസ് അറിയിച്ചു. ബംഗളൂരുവിൽ നിന്ന് ലഹരി കടത്തുന്ന സംഘങ്ങളുമായി ഇവർക്ക് ബന്ധമുണ്ടോ എന്നും പരിശോധിക്കും. ഇവരുടെ വിപണന ശൃംഖല, ടെലിഫോൺ രേഖകൾ, അക്കൗണ്ട് വിവരങ്ങൾ തുടങ്ങിയവയെല്ലാം എക്സൈസ് പരിശോധിച്ചു വരുന്നു. ഒരേ സ്ക്വാഡാണ് 2 കേസുകളും പിടികൂടിയത്. കഴിഞ്ഞ ദിവസം സിനിമാ മേഖലയുമായി ബന്ധമുള്ള റിൻസി മുംതാസ് എന്ന യുവതിയെയും സുഹൃത്തിനെയും MDMAയുമായി വാഴക്കാലയിലെ ഫ്ളാറ്റിൽ നിന്ന് പിടികൂടിയിരുന്നു. IT മേഖലയിൽ നിന്ന് എന്ന് പറയപ്പെടുന്ന മൂവാറ്റുപുഴ സ്വദേശി ശിവജിത്ത് ശിവദാസ്, ലക്ഷദ്വീപ് സ്വദേശിനി ഫരീദ എന്നിവരും കഴിഞ്ഞ ദിവസം പിടിയിലായിരുന്നു. 3 ദിവസത്തിനുള്ളിൽ 3 സ്ത്രീകളടക്കം 8 പേരാണ് കൊച്ചി നഗരത്തിൽ ലഹരിയുമായി പിടിയിലായത്. മാതൃഭൂമി ന്യൂസ്, കൊച്ചി.